ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ്. സോ ദേ ഓൾ ആർ മൈ ഫ്രണ്ട്സ്. ഹലോ, ഹായ് പറ. ഹായ് 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 പറ. ഹായ്. സോ നമ്മളിവിടെ എന്തിനാ വന്നേ? വർക്കലയിൽ നമ്മള് വർക്കല എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു മുന്തിരിക്കള്ള് കിട്ടുന്ന ഷാപ്പിലാണുള്ളത്. നമ്മൾ ആദ്യം വർക്കലയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു ഷാപ്പിൽ പോയി. അവിടെ നല്ല കപ്പയും ഈ പോർക്കും ഈ ഫിഷിൻ്റെ കുറേ സ്റ്റാർട്ടേഴ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. സോ നമ്മളൊരു നല്ലൊരു ഗെറ്റ് ടുഗെദർ പോലെ ഒന്ന് ജസ്റ്റ് MBA പഠിച്ച് എല്ലാവരും കൂടെ ഒന്ന് കൂടിയതാണിത്. ഇത് യദുവിന് വേണ്ടി നമ്മള് എങ്ങനെയുണ്ട് കള്ള്? ഉള്ളതാണോ അത് വെക്കുന്നതാണോ? പോർക്കും കപ്പയൊക്കെ അടിച്ചു. നമ്മളിപ്പോ തിരിച്ചു പോവാണ് ഗൈസ്. സോ ഇതാണ് അശ്ലിക. ഹായ് ബൈ. ഇതാണ് അലീന. കാണുന്നില്ല. എവിടെ കാണുന്നില്ല. നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. സോ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പം നമ്മളിവിടുന്ന് പോർക്ക്, പ്രോൺസ് എല്ലാം കഴിച്ചു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. സോ ഇങ്ങനെയാണ് റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത്. ലൈക്ക് ഈ റെസ്റ്റോറൻറ്റ് നല്ലൊരു കായലിൻ്റെ ഫ്രണ്ടിലാണ്. കാണാൻ പറ്റുമായിരിക്കും. ഇത് വർക്കലയിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ നല്ലൊരു കായൽ ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ കരിങ്കല്ല് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. നമ്മളിപ്പം സ്വിങ് ചെയ്യാൻ പോവാ. സി ഇവിടെ നമുക്ക് നമ്മുടെ സ്വിങ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്വിങ് ഒക്കെ ചെയ്യാം. നേരെ കായലിലോട്ട് പോവും. സ്വിങ്ങിലെടുക്കുക. ഇത് നേരെ കായലിലോട്ട് പോകുന്നേ. എങ്ങനെയുണ്ട് താനിയ? സൈഡിൽ കൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. സോ ഇതാണ് റെസ്റ്റോറന്റ്. നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. He forgot the car key and he went. Where he went? He left the car key there and I took it. It's in my pocket. Let's see how we figure out about it. Okay guys, let's see how we can figure it out. ഇത് പോയി തോന്നുന്നു. Legs up. ഒരു പവറിന്റെ കൈയൊന്ന് വിട്ടോക്കി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കാല് മടക്ക്. എന്താ അങ്ങനെയാണ് ശാസ്ത്രം. പോണ്ടാ. അപ്പോഴാണ് അവൻ പലതും പറയും. എടി തിരിച്ചു വരുമ്പോൾ കാല് മടക്കണം. അപ്പോൾ അത് സ്പീഡ് കൂടും. so nice. പൊട്ടിക്കരാം ഇപ്പൊ തന്നെ. Guys, കിരണിന്റെ കീ കാണാതെ പോയിരിക്കുന്നു. കിരണിന്റെ കീ കാണാതെ പോയി. We'll see what he is going to do. വൺകൈയിലും വേണം, അല്ലെങ്കിൽ ഞങ്ങൾ കാണും. See, കിരൺ ഇപ്പം കിരണിന്റെ കീ തപ്പാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ക്യാമറ തിരിക്ക്. ഓക്കെ, പറയൂ നിങ്ങളുടെ അപ്ഡേറ്റ്സ് പറ. അപ്പോൾ ഞങ്ങൾ ഒരു 2 വർഷത്തിന് ശേഷം ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരിക്കുകയാണ്. ഇവാനയുടെ അഭ്യർത്ഥന മൂലം ഇത് സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് കിരണിന്റെ കീ കിട്ടിയോന്ന് ഇപ്പൊ അറിയാം. ലെറ്റ്സ് സീ. കിട്ടിയോ? എല്ലാം കിട്ടിയില്ലേ? ഓ പോയി, കീ പോയി ഗൈസ്. നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകും ഗൈസ്? ഒന്നും ഇല്ല. ഭയാനകമായ വേർഷൻ ഇതാണ്. താനിയാണ് കീ ഒളിപ്പിച്ചു വെച്ചതെന്ന് പറയുന്നത്. കിട്ടിയോ? അയ്യോ നമുക്കറിയില്ല കീ എവിടെയാന്ന്. എടാ ആടിയപ്പോ കായലിലോട്ട് വീണോ? ഇത് എന്റെ എയർപോർട്ട്സ് അതിനകത്തൊന്നുമില്ല. വണ്ടി നോക്കിയോ? സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല കീ എവിടെയാന്ന്. ജോർജിന്റെ കൊറേ പോക്കറ്റ് ഉണ്ട്. ആഷ്ലിയുടെ ഉണ്ടോ? അലീന ഫോം വിളിക്കാൻ. എല്ലാരും നോക്കേണ്ടതാണ്. വണ്ടിക്ക് പോകണം. എടാ സമയമില്ല കേട്ടോ കിരൺ. നീ എവിടെ കൊണ്ടിട്ടെ? കിരൺ തപ്പി കണ്ടുപിടിച്ച 1000 rupees. നീ തമാശ പറഞ്ഞല്ലേ?
നിന്റെ വീട്ടിൽ സ്പെയർ ഇല്ല. എനിക്ക് തോന്നുന്നു നിരഞ്ജന്റെ കയ്യിലുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കല്ല, സീരിയസാ? എനിക്ക് നല്ല ചൂടുണ്ട്, വേണമെങ്കിൽ എനിക്ക് ഇന്നോടൊപ്പം പറഞ്ഞിട്ട് പോവാൻ. എനിക്ക് വയ്യ. ഓ ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ പോവാ ഗൈസ്. എന്താ ചെയ്യുന്നേ? നിങ്ങൾക്ക് ഞാൻ ചാവി അന്ന് വിട്ടില്ലേ? എന്നിട്ട് നമ്മൾ തിരിച്ചു തന്നു. ചാവി ആരോ എടുത്തു. സത്യം പറഞ്ഞോ? എവിടെ? നിനക്ക് കള്ളക്ഷണുണ്ട്. ആണോ താനിയ? ഓക്കെ ഗൈസ്, വേണം പറ. ഇവിടെ ചൂടാണ്, ഭയങ്കര ചൂടാണ്. സോ ഗൈസ് കീ കിട്ടി ആഷ്ലി. ഓക്കെ, ഹാപ്പി ആയോ കിരൺ? ഹാപ്പി ആയോ? സോ താനിയ നമ്മൾ എന്ത് ഗെയിം കളിക്കാൻ പോകുന്നത്? സോ ഗൈസ് നമ്മൾ അന്താക്ഷരി കളിക്കാം. കളിക്കാം. ഓക്കെ. നമ്മൾ കിരണിന്റെ വീട്ടിലോട്ട് വന്നേക്കുവാണ്. അവിടെ നല്ലൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു. ക്യാറ്റിന്റെ പേര് ലിയോ. നല്ലൊരു ക്യൂട്ട് ക്യാറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറെ നേരം കിരണിന്റെ വീട്ടിലെ ക്യാറ്റിനെ ഒക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവന്റെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ എല്ലാരെയും മീറ്റ് ചെയ്തു. അങ്ങനെ അങ്ങനെ അവന്റെ വീട്ടിൽ പോയി നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്തു. You want my friend? She puts one day she put the whole kitten's head in her mouth. സോ ഗൈസ് നമ്മൾ റിസോർട്ടിലെത്തിക്കാണ്. ഹായ് ഹായ്. ഇത് ബോളിയും പായസവും നല്ല കോമ്പിനേഷനാ. ട്രിവാൻഡ്രം സ്പെഷ്യൽ അല്ലേ? ഓക്കെ, വിൽ ഹാവ് ദിസ്. യെസ് ഗൈസ്, സോ പ്ലേറ്റ് വന്നു. സോ അശ്ലീന്റെ ഒരു ബോളി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഹാവ് ബോളി ആൻഡ് ഇല്ല. സോ ബോളിയും പായസവുമായിട്ട് നമ്മൾ കഴിക്കും. So she's so excited. Okay. Trivandrum style boli and payasam. Wow, looks so nice. na try. അങ്ങനെയല്ല. മടക്കണ്ട. വേണ്ട. ഓ മിക്സ് ചെയ്ത് കഴിക്കോ? റോളും ചെയ്ത് കഴിക്കും ചിലവര്. ഇത് ചോറ് പോലെയാണ് കഴിക്കുന്നത് അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് വ്ലോഗ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഹലോ ഗൈസ്, ഹലോ ജസ്റ്റ് ഹായ്. ഹായ് ഗൈസ്, നമ്മളിപ്പോ സൺസെറ്റ് കാണാൻ പോവാണ്. സോ എല്ലാരും എക്സൈറ്റഡ് ആണോ? കഫേ ട്രിപ്പ് സ്നാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വർക്കലയിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നേക്കുക. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്, നല്ല ഓപ്പൺ ഏരിയയിൽ. ലൈക്ക് ഇതൊരു റെസ്റ്റോറൻറ്റും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബീച്ചും. So cute. സോ ഇവിടെ നമുക്ക് നേരെ ബീച്ച് വ്യൂ ആയിട്ട് നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഒരു പ്ലേസാണിത്. ഇവിടേക്ക്
this is a private restaurant, like with beach, private beach. So nice. നല്ല ഭംഗിയില്ലേ? Wow, I love this. Sunset കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ പാരഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. സോ if you guys want to visit here, പാരഗ്ലൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും വർക്കലയിൽ. കാടാണ്. സോ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേണം നമുക്ക് ബീച്ചിലോട്ട് പോവാൻ. സോ അവിടെ വഴിയുണ്ടോ? ഓക്കെ, അവിടെ വഴിയുണ്ട്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. നല്ല ഭംഗി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഏരിയ. നല്ല സൺസെറ്റ് ഉണ്ട്. സോ നൈസ്. ഇത് ഭയങ്കര റിസ്കി പ്ലേസ് ആണ്. നമ്മൾ രാത്രി ആയപ്പോഴാണ് ഈ വഴി വന്നത്. സോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൂടെ നടക്കാൻ. ലെറ്റ്സ് സീ. സോ ഹായ് ഗായ്സ്, നമ്മൾ വർക്കല ക്ലിഫിലോട്ട് പോവാണ്. സോ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ, കുറേ കഫേസ് ഉണ്ട് വർക്കല ക്ലിഫിൽ. സോ ബൈ. സി നമ്മൾ എവിടെ പോവാ? നല്ല ക്ലാരിറ്റി ഉണ്ട് നിന്റെ വീഡിയോയ്ക്ക്. താങ്ക് യു. നൈറ്റിൽ നല്ല ക്ലാരിറ്റി ആണല്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. കപ്പലിന്റെ എനിക്ക് വേണ്ട. ഓക്കെ ബൈ. നമ്മൾ ക്ലിഫിലോട്ട് പോവാ, പിന്നെ കാണാം. ആരും നോക്കുന്നില്ല. ഇത് ശാലീന വർക്കല ക്ലിഫ്. സോ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. കുറേ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഹുദ്ദ ബാർ കഫേ, പിന്നെ അങ്ങനത്തെ കുറേ നല്ല നല്ല ബാർസ് ഇവിടെയുള്ള. സോ വിൽ സി. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ആണോ? ഓക്കെ. വർക്കല ക്ലിഫിലെ റെസ്റ്റോറൻറ്റ് ഇതിങ്ങനെ നിരന്നിങ്ങനെ കുറേ ഇങ്ങനെ മ്യൂസിക്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. നല്ലൊരു ലൈക്ക് മിനി ഗോവ വൈബ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ കുറേ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. ലിറ്ററലി ഒരു നല്ലൊരു പ്ലേസാണ്. ലൈക്ക് നമുക്ക് ബീച്ച് വൈബ് നന്നായിട്ടുള്ളൊരു പ്ലേസ്. സോ ഇവിടെ ഇങ്ങനെ കുറേ നമുക്ക് ഇടാൻ പറ്റും നല്ല ബാഗ്സും നല്ല ഡ്രസ്സും നല്ല ബ്യൂട്ടിഫുള്ളാണ്. സോ ഇങ്ങനെ കുറേ ഈ ആൻറ്റിക് പോലത്തെ ഈ സോ ഇവിടെ നല്ല സ്ക്രീൻ ക്യാച്ചേഴ്സ്, ഇങ്ങനത്തെ കുറേ ആൻറ്റിക് സാധനങ്ങൾ, നല്ല
ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് കഫേയാണ്, എയ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കഫേ. പിന്നെ സീ വ്യൂ കഫേ ഉണ്ട്, ദാറ്റ് ഈസ് മൾട്ടി ക്രൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. സീ വ്യൂ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല ഒരു പാർട്ടി വൈബും എല്ലാ വൈബും ഉണ്ട് ഇവിടെ. കഫേ ബാക്ക് സൈഡിൽ ഫുൾ ബീച്ചാണ്, അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രില്ല് കഴിക്കാനാണ് വന്നേക്കുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ഫേമസ് ഹിയർ. ഒരു ഗ്രിൽ ഷോപ്പ്, റെസ്റ്റോറൻ്റ് ആണിത്. ലൈക്ക് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഗ്രില്ല്. ഓരോ റെസ്റ്റോറൻറ്റ് ഭയങ്കര യുണീക്കായിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഔട്ട്ഡോറിലാണ് ചെയ്തേക്കുന്നത്. സോ നല്ല വൈബുണ്ട് എല്ലാ റെസ്റ്റോറൻറ്റും കാണാൻ. സോ വിൽ സി. എന്നാ അത് കോമൺ ആയിട്ട് പറയാം. ടിക്ക മസാല, ബട്ടർ ചിക്കൻ, അങ്ങനത്തെ കിടന്നിട്ട് ഇങ്ങനെ എണീറ്റു, ഇങ്ങനെ ഒന്ന് വിറച്ചു. ഗൈസ്, നമ്മൾ ബാബ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സോ നല്ല ഫുഡായിരുന്നു. നമ്മൾ പാസ്ത, പിസ്സ, ചിക്കൻ ലോലിപോപ്പ് അതൊക്കെയാണ് കഴിച്ചത്. സോ നല്ലൊരു ഫുഡായിരുന്നു, നല്ല റീസണബിൾ പ്രൈസ്. സോ നിങ്ങൾ വർക്കല വല്ല വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബാബ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാം. ഓക്കെ. ഹായ് എവ്രി വൺ, നമ്മളിപ്പോൾ വന്നേക്കുന്നത് സാങ്ക്ടം സ്പ്രിംഗ് ബീച്ച് റിസോർട്ടിലാണ്. ഇത് വർക്കലയിലുള്ള റിസോർട്ടാണ്. സോ നമ്മൾ ഇവിടെ ഒരു 1 ഡേ സ്റ്റേക്ക് വന്നതാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആണ് ആ റിസോർട്ട്. ഇത് നല്ല ട്രിപ്പായിട്ടൊക്കെ 1 ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ റിസോർട്ടാണ്. ലൈക്ക് ഒരു നല്ലൊരു നോർമലായിട്ട് റിസോർട്ട്. നമ്മുടെ വർക്കല ക്ലിഫിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന്. നമുക്കിവിടെ നേരെ നോക്കിയാൽ ബീച്ച് കാണാം. സോ നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് എല്ലായിടത്തും നല്ല ആക്സസ് ഉള്ള റിസോർട്ടാണ്. ഇവിടെ നിന്നിട്ടും നല്ല കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പൂൾ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു ഓലപ്പുഴ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സീ ഫുഡ് കഴിക്കാൻ. ഇവിടുത്തെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ഒരു ഊണ്, നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വർക്കലയിൽ നിന്ന് ബൈ പറഞ്ഞു പോയി ഗൈസ്. ബൈ.